നമസ്കാരം. വാചാലതയുടെ യവനികയ്ക്കുള്ളിൽ നാനാതരത്തിലുള്ള ദിവ്യമായ നാഴികക്കല്ലുകളായി ശംഖധ്വനികൾ ഉയർത്തുന്ന സന്മാർഗദർശികളാണ് പുസ്തകങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി നടത്തിവരുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിന് ഒന്നാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥി നിതിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നത്തിൽ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരുന്ന വ്യാഴാഴ്ച വായനാഴ്ചയുടെ പുതിയൊരു ദിനത്തിലേക്ക് എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇന്നത്തെ എന്നല്ല, നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറെയാണ് ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് വ്യാഴാഴ്ച വായനാഴ്ചയിൽ പുസ്തകം അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ബ്രൂസ്ലി കുരുവിള തോമസ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ എൻ്റെ പേരിലും കോളേജിന്റെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ ഏറ്റവും പ്രിയപ്പെട്ട കെ.എസ്. കൃഷ്ണകുമാർ മാഷിനെയും ഹീര ടീച്ചറെയും പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ചേർന്ന് നമ്മളിൽ ഒരാളായി നിന്ന് പരിപാടിയുടെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലയനയെ ഏറ്റവും സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹമുള്ള എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് ബ്രൂസ്ലി സാറിനെ കോളേജിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി നിതിൻ. തുർക്കി നോവലിസ്റ്റ് എലിഫ് ഷഫാക്കിന്റെ 40 റൂൾസ് ഓഫ് ലവിന്റെ മലയാളം വിവർത്തനം നിരവധി ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടതും ലക്ഷക്കണക്കിന് വായനക്കാരെ സ്വാധീനിച്ച വിഖ്യാത നോവൽ. എല്ലാ റൂബിൻസ്റ്റൺ തൊഴിലിന്റെ ഭാഗമായി ഒരു നോവൽ വായിക്കാനിടയാകുന്നു. തന്റെ വായനയും അന്വേഷണങ്ങളും സവിശേഷ സൂഫി വ്യക്തിത്വമുള്ള നോവലിസ്റ്റിലേക്കും പ്രമേയത്തിലേക്കും ആധ്യാത്മിക അനുഭൂതികളിലേക്കും നയിക്കുന്നു. പ്രസിദ്ധ പേർഷ്യൻ സൂഫി കവി ജലാലുദ്ദീൻ റൂമിയും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു ഷംസെ തബ്രീസിയും തമ്മിലുള്ള ഗാഢമായ അടുപ്പം, പുറത്തു കടക്കാനാകാത്ത ഷംസന്റെ പ്രണയ നിയമങ്ങളും അവ ആവരണം ചെയ്യുന്ന ആത്മാവിനെയും കുറിച്ചുള്ള നോവലാണ് 40 പ്രണയ നിയമങ്ങൾ. ഈ പുസ്തകത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രിയപ്പെട്ട ബ്രൂസ്ലി കുരുവിള തോമസ് സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ പുസ്തക നിരൂപണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനും കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചറിനും പ്രിയപ്പെട്ട എസ്.എൻ.എമ്മിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മറ്റ് പുസ്തക സ്നേഹികളായിട്ടുള്ള ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. പുസ്തക നിരൂപണ പരിപാടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. പക്ഷേ പുസ്തക നിരൂപണത്തിന് അല്ലെങ്കിൽ നിരൂപണം കേൾക്കാൻ വേണ്ടി നമ്മുടെ പരിപാടിയിൽ വന്നിരിക്കുന്ന എല്ലാവരോടും പുസ്തക നിരൂപണത്തെക്കാൾ അപ്പുറം പുസ്തക പരിചയമാണിത് എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. ഒരു 4-5 മാസങ്ങൾക്ക് മുൻപാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നല്ല വായനക്കാരിയായിട്ടുള്ള ഒരു കുട്ടി തനിക്ക് വായിക്കണമെന്ന ആഗ്രഹമുള്ള പുസ്തകങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ 40 പ്രണയ നിയമങ്ങൾ എന്ന പേര് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ പേര് കേട്ടപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി 40 പ്രണയ നിയമങ്ങൾ വായിക്കുന്നു. പേരിനെ മാത്രമാണ്. അങ്ങനെ ഒന്ന് ഒരു
എന്തോ ഒരു പ്രത്യേകതയോ കൗതുകമോ എനിക്കതിൽ തോന്നുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായാണ്, കഴിഞ്ഞ ദിവസം മീൻസ് 4-ാം തീയതി, ഇന്ന് 8-ാം തീയതി, 4 ദിവസങ്ങൾക്ക് മുൻപ് വളരെ യാദൃച്ഛികമായാണ് ഒരു പുസ്തക ഷോപ്പിൽ 40 പ്രണയ നിയമങ്ങൾ ഞാൻ കണ്ടതും ഞാനത് വാങ്ങുന്നതും. ഞാൻ അതിനൊപ്പം തന്നെ നിമ്ന വിജയുടെ നനയുവാൻ കടലാകുന്നു എന്ന ആ പുസ്തകം കൂടി വാങ്ങിയിരുന്നു. അത് ഞാൻ കുറച്ച് പേജുകൾ വായിച്ചിട്ട് പിന്നെ ഞാൻ ഈ പുസ്തകവും ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് എടുത്തു. ഞാനതിൽ ഞാനൊരു 8:30, 9 മണിക്കാണ് അത് എടുക്കുന്നത് രാത്രി. ഒരു 30, 35 പേജുകൾ വായിച്ചിട്ട് എനിക്ക് ആ പുസ്തകം ഇന്ന് വരെ ഒരു പുസ്തകവും ഉണ്ടാക്കാത്ത ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ ആ പുസ്തകത്തിന്റെ ചിത്രം സ്റ്റാറ്റസ് ആക്കി. ഒപ്പം തന്നെ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് എപ്പോഴും മെസ്സേജുകൾ അയക്കാറുള്ള കുറച്ച് പേർക്ക് മെസ്സേജുകൾ അയച്ചു. ഈ മെസ്സേജ് ചെല്ലുന്നതിന് തൊട്ട് മുൻപ് കൃഷ്ണകുമാർ മാഷ് എന്നോട് ചോദിച്ചിരുന്നു മെസ്സേജായിട്ട്, മാഷെ ഈ പ്രാവശ്യത്തെ വായനാഴ്ചയിൽ പുസ്തകം അവതരിപ്പിക്കാമോ? അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇത് അയച്ചത് എന്ന് മാഷ് വിചാരിച്ചു. ഇതാണോ അവതരിപ്പിക്കുന്നതെന്ന് മാഷ് ചോദിച്ചു. അങ്ങനെ മാഷിന്റെ മെസ്സേജ് കാണുമ്പോഴാണ് ഞാൻ മാഷിന്റെ ഈ അന്വേഷണം ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ അത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. 8-ാം തീയതിക്ക് മുൻപ് അത് വായിച്ച് തീരണം എന്നില്ല. കുറച്ച് പേജുകളല്ല, ഏതാണ്ട് 560 പേജുകളോളമുണ്ട്. 560 പേജുകൾ നമ്മൾ ഈ പ്രവൃത്തി ദിവസങ്ങളിൽ വായിച്ചു തീർക്കുക, 2-3 ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കുക അസാധ്യമാണ്. അപ്പൊ മാഷ് എന്നോട് പറഞ്ഞു, നമ്മളിത് കഥയുടെ ചുരുക്കമൊന്നും അല്ലല്ലോ പറയുന്നത്, ആ പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ നിരവധി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കിന് വായനക്കാരെ സ്വന്തമാക്കുകയും സ്വാധീനിക്കുകയും ചെയ്തൊരു കൃതി. പെൻഗിൻ ബുക്സ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് 2010-ലാണ്, 15 വർഷങ്ങൾക്ക് മുൻപ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 2020-ൽ അതിന്റെ മലയാള പരിഭാഷ പുറത്തിറങ്ങി. 5 വർഷങ്ങൾ കൊണ്ട്, 5 അല്ല 4 വർഷങ്ങൾ കൊണ്ട് 2024-ൽ തന്നെ അതിന്റെ 6-ാമത്തെ എഡിഷൻ പുറത്തിറങ്ങി. ഇപ്പോൾ ലഭ്യമാകുന്നത് 6-ാമത്തെ എഡിഷനാണ്. ഏതാണ്ട് 690 രൂപ വിലയുള്ള ഒരു പുസ്തകം, ഒരു പരിഭാഷാ പുസ്തകം, 4 വർഷങ്ങൾ കൊണ്ട് 6 എഡിഷനുകൾ മലയാളത്തിൽ വിറ്റഴിച്ചു എന്ന് പറയുന്നത് ആ പുസ്തകത്തെ എന്നിലുണ്ടാക്കിയ ആ ഒരു എക്സൈറ്റ്മെന്റ് വായനക്കാരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആ പുസ്തകത്തെ പരിചയപ്പെടുക തന്നെ വേണം എന്ന് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ പുറന്താൾ കുറിപ്പാണ് പോസ്റ്ററിലും ഇപ്പോൾ അവതരണത്തിലും പറഞ്ഞത്. ഈ പുസ്തകത്തിന്റെ പുറന്താൾ കുറിപ്പാണ്. അതിൽ തന്നെ സാമാന്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ റൂബിൻസ്റ്റൺ എന്ന ഒരു വീട്ടമ്മ, ജൂതയായിട്ടുള്ള ഒരു വീട്ടമ്മ, അവരുടെ 4 കുട്ടികൾ, ഭർത്താവ്, ഇങ്ങനെ വളരെ സന്തുഷ്ടമായിട്ട് സ്വാഭാവികമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു ദിവസം എല്ലാവരും ഇരുന്ന് അത്താഴം കഴിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി പോലെ 18 വയസ്സുകാരിയായ മകൾ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ കാമുകനെ, ഞാൻ പ്രണയിക്കുന്ന സുഹൃത്തിനെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അത് എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം പ്രണയിക്കുന്നതും പാശ്ചാത്യ ലോകത്ത് ഡേറ്റിങ്ങും സർവ്വസാധാരണമായിട്ട് എല്ലാവരും അംഗീകരിക്കുമ്പോൾ പോലും വിവാഹം എന്ന് പറയുന്നത് വളരെ പക്വതയോടുകൂടി സമീപിക്കേണ്ടുന്ന ഒരു ജീവിതാവസ്ഥയാണ് എന്നാണ് അവരെല്ലാവരും കരുതുന്നത്. അപ്പോൾ ഷാനറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പേരിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഷാനറ്റിന്റെ അച്ഛനോ അമ്മയ്ക്കോ, എല്ല എന്ന അമ്മയ്ക്കോ ഡേവിഡ് എന്ന അച്ഛനോ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളെ എന്ത് തീരുമാനമാണത്, എന്താണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കല്യാണം കഴിക്കേണ്ടുന്ന രീതിയിൽ നീ ഗർഭിണിയാണോ എന്നാണ് അമ്മ മകളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അവള് പൊട്ടിത്തെറിക്കുകയാണ്. എന്താ അമ്മ അങ്ങനെയാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് എന്ന് മറുപടി പറയുന്നു.
ഇവര് തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ നമ്മളെ ഏഹ്, വളരെയേറെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏഹ്, മകൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, പ്രേമം ഇത്ര മോശപ്പെട്ട കാര്യമാണോ? അപ്പൊ അമ്മ മറുപടി പറയുന്നുണ്ട്, പ്രേമിക്കുന്നയാളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. പ്രേമിക്കുന്നവരെ അല്ല ആ ആ ഒരു രീതിയിൽ അമ്മയുടെ 40 വയസ്സിന്റെ പക്വതയിലും അനുഭവ പരിചയത്തിലും നിന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഭർത്താവ് ഡേവിഡ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അയാളും അത് ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. മകൾ അമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. അമ്മ അമ്മയെപ്പോലെ തന്നെ അസന്തുഷ്ടയായ ഒരു വീട്ടമ്മയായി ഞാൻ മാറണമെന്നാണോ? പ്രേമിക്കുന്നയാളെ വിവാഹം കഴിക്കാത്ത ഒരാളാണ് അമ്മ എന്നും, അതുപോലെ തന്നെ ഞാനും പ്രേമിക്കുന്നയാളെ വിവാഹം കഴിക്കരുത് എന്നാണോ അമ്മ പറയുന്നത് എന്നും മകൾ അമ്മയോട് ചോദിക്കുകയാണ് അച്ഛന്റെ മുൻപിൽ വെച്ച്. ഇത് മൊത്തത്തിൽ എല്ലയിൽ ഉണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. നമ്മൾക്കും അത് വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കും. എന്താണെങ്കിലും ആ, അമ്മ സന്തുഷ്ടയല്ല, അമ്മ പ്രേമിച്ചയാളെയല്ല വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള ആ ആ ഒരു സംഭാഷണം ഷാനറ്റ് വളരെ ക്ഷുഭിതയായി ആ ഒരു സന്ദർഭത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിലും ഡേവിഡിന് അത് വലിയൊരു കോളിളക്കമായിട്ട് മാറി മനസ്സിൽ. അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഭാര്യ മറുപടി പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഭർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നാണ് എന്നെ സ്നേഹിക്കുന്നത് നിർത്തിയത്? അപ്പോൾ എല്ലയ്ക്കൊരു ഫോൺ വരുന്നു. എല്ല ആ ആ സം ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അവിടുന്ന് മാറുന്നു. ഞാനിത് ഒരു നാടകം പോലെ പറയുന്നതോ എഴുതി വെച്ചതോ അല്ല. ഈ 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്ന നോവലിന്റെ സംഭവബഹുലമായ പിന്നീടുള്ള തുടർച്ചകളിലേക്ക് വഴിവെക്കുന്ന ആദ്യത്തെ ഒരു സന്ദർഭമാണിത്. അതുകൊണ്ടാണ് അത് അത്ര സൂക്ഷ്മമായി പറഞ്ഞത്. പിന്നീട് ആ ഫോൺ വിളി എന്ന് പറയുന്നത് എല്ലാ കുറെ നാളുകൾക്ക് ശേഷം അവളുടെ 40 വയസ്സ് അവളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. തന്റെ ജീവിതം എങ്ങനെയായിരുന്നു? 20 വർഷമായി അവൾ ജീവിതം തുടങ്ങിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 20 വയസ്സിലായിരിക്കും അവൾ കല്യാണം കഴിച്ചത്. 4 കുട്ടികളുണ്ടായി. വളരെ സന്തുഷ്ടമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവ് വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. അവള് വീട്ടമ്മയായിട്ട് പാചകങ്ങളുടെ ലോകത്ത് കുട്ടികളെ പുറത്തുനിന്നുള്ള ഭക്ഷണം കൊടുക്കാതെ, ജങ്ക് ഫുഡ് കൊടുക്കാതെ പാചകം ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ ശീലിച്ച് നല്ല ശീലങ്ങൾ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി ശാന്തമായി മുന്നോട്ട് നീങ്ങുന്ന ആ കുടുംബജീവിതം 40 വയസ്സായപ്പോൾ അവൾക്ക് തോന്നുന്നു, ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെ മതിയോ? എനിക്കൊരു ജോലി വേണം. കുട്ടികൾ വളർന്ന് ഒരു പാകം എത്തിയപ്പോഴും അമ്മ എന്നുള്ള നിലയിലുള്ള ആവശ്യം ഇല്ലാതായി. അവളുടെ ചെറിയ കുട്ടികളും ആഹ് ഒരു അമ്മയുടെ ഒരു കരുതലും ഒക്കെ വേണ്ടുന്ന ഒരു പ്രായത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പൊ അവൾക്ക് തനിക്കൊരു ജോലിക്ക് പോകണമെന്ന് തോന്നുകയാണ്. അങ്ങനെ ഡേവിഡ് തന്നെ, ഭർത്താവ് തന്നെ അവൾക്ക് ഒരു ജോലി കണ്ടുപിടിച്ചു കൊടുക്കും. കാരണം അവള് വിദ്യാസമ്പന്നയാണെങ്കിലും അവളുടെ പ്രായം അത്ര എളുപ്പത്തിൽ അവൾക്ക് യോജിക്കുന്ന ഒരു ജോലി കണ്ടെത്താൻ അവളെ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഒരു ബുക്ക് റീഡർ, ഇറങ്ങാൻ പോകുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ പ്രസിദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ ആ ആ അതിനുശേഷം വായിച്ച് നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഇത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതോ ആയിട്ടുള്ളൊരു ഒരു പ്രസാധക സ്ഥാപനമായിരിക്കണം. അവിടെ നിന്ന് അവിടെ അവൾക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലിയുടെ ഭാഗമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആ ബുക്കിന്റെ വർക്ക് എന്തായി? അത് വായിച്ചു തുടങ്ങിയോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ക്ഷുഭിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എല്ല പറയുന്നു, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഞാൻ അനുവദിച്ച സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അവര് പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങളെക്കാൾ വളരെ സമർത്ഥമായി ഇതിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ നിങ്ങളുടെ പകുതി പ്രായമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ധാരാളം ഉള്ളൊരു നാടാണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ അവര് വീണ്ടും അത്തരത്തിലുള്ള ന്യായങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ അത് അതിന്റെ ഒരു 13-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. 13-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് വായിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു തയ്യാറാക്കുന്നതിന് മറ്റൊരു പുസ്തകം എനിക്ക് തന്നൂടെ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രസാധക സ്ഥാപനത്തിൽ നിന്ന് അവരെ വിളിച്ച് വളരെ യുക്തിപൂർവം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സാഹിത്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ
സവിശേഷത എന്ന് പറയുന്നത് കാലത്തെ അതിജീവിച്ചുകൊണ്ടും സമയത്തെ അതിജീവിച്ചുകൊണ്ടും ദേശത്തെ അതിജീവിച്ചുകൊണ്ടും സഞ്ചരിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെയുള്ള അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതല്ലേ? നിങ്ങൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ അവര് തന്നെ സ്വയം സമ്മതിക്കുകയാണ് ഞാനത് ചെയ്തിരിക്കും. പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ ഞാനത് ചെയ്തിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് അവര് ആ പുസ്തകം അല്ലെങ്കിൽ ആ ആ ആ സംഭാഷണത്തിനും ആ സന്ദർഭത്തിനും ശേഷം അവർ ആ പുസ്തകം കയ്യിലെടുക്കുകയാണ്. ആ പുസ്തകം അസീസ് സിഡ് സഹാറയുടെ മധുരമുള്ള ദൈവനിന്ദ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തെയാണ് അവര് വായിച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ആ ജോലി നിക്ഷിപ്തമായിരിക്കുന്ന നായികയാണ് എല്ല റോബിൻസ്റ്റൺ. ഈ നോവലിലെ പ്രമേയം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 2 നോവലുകളാണ്. ഒന്ന് 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ എലിഫ് ഷഫാക്ക് എഴുതിയിട്ടുള്ള നമ്മൾ വായിക്കുന്ന നോവൽ. അതിന്റെ ഉള്ളിലുള്ള മറ്റൊരു നോവലാണ് മധുരമുള്ള ദൈവനിന്ദ. ഇങ്ങനെയാണ് ആ പ്രമേയത്തെ തിരിച്ചിരിക്കുന്നതിന്റെ ഒരു ഘടനയെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവനിന്ദ കൂടി ഉൾപ്പെട്ടതാണ് 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്ന നോവൽ. ഇതിനകത്ത് അവൾക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ വലിയ കൗതുകങ്ങൾ ഉണ്ടാവുന്നു. അസീസ് എറ്റ് സഹാറ യ്ക്ക് അവളൊരു മെയിൽ അയക്കുന്നു. ആ മെയിൽ തപ്പിപ്പിടിച്ച് എടുത്ത് അയാളുടെ പേര് അടിച്ചു കൊടുത്ത് അതിൽ നിന്ന് മെയിൽ തപ്പിപ്പിടിച്ചെടുത്ത് അയാൾക്ക് മെയിൽ അയക്കുന്നു. അയാളൊരു ഫോട്ടോഗ്രാഫറാണ്, ഒരു ലോകസഞ്ചാരിയാണ്. അങ്ങനെ ലോകസഞ്ചാരം ചെയ്യാത്ത സമയങ്ങളിൽ തൻ്റെ ആമക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കുമൊക്കെ ഒപ്പം വീട്ടിൽ കഴിയുന്നയാളാണ്. പക്ഷേ ഈ 13-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കഥയെക്കുറിച്ച് എഴുതുന്ന നോവലാണ്. നോവൽ എഴുത്തുകാരൻ 13-ാം നൂറ്റാണ്ടിലുള്ള ആളല്ല, 21-ാം നൂറ്റാണ്ടിൽ തന്നെ. അയാള് പക്ഷേ അയാള് എത്ര ദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവളുടെ മെയിലുകൾക്ക് അയാൾ കൃത്യമായിട്ട് മറുപടി അയക്കുന്നു. അയാൾക്കും ഉള്ളത് ഒരു സൂഫി വ്യക്തിത്വമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അയാളുടെ മറുപടികളിലും അവളുടെ പ്രശ്നങ്ങളെ, അവളുടെ വേദനകളെ, മകളുമായിട്ടുള്ള സംഘർഷങ്ങളെ ഒക്കെ അവൾ അയാൾക്ക് എഴുതുകയാണ്. ഒരു 2-ാമത്തെ 3-ാമത്തെ മെയിലിൽ. അയാളപ്പോ അവിടെ അയാൾ അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ആളുകൾ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കാറുണ്ട്. ഒരു ആചാരം പോലെ. അത്തരത്തിൽ നിങ്ങളുടെ വേദനയും നിങ്ങളുടെ വിഷമങ്ങളും ഞാനിവിടെ എഴുതി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മകളുമായി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അടുപ്പത്തിലാവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പറഞ്ഞ് വളരെ സ്നേഹത്തോടെയുള്ള ഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ളത് പോലുള്ള അയാളുടെ വരികൾ അവൾക്ക് അതുവരെ അപരിചിതമായിട്ടുള്ള മറ്റൊരു ലോകത്തെ അനുഭവപ്പെടുത്തുകയാണ്. ഇങ്ങനെ അയാളുമായി നിരന്തരം മെയിലുണ്ടാകുന്നു. അവൾ പുസ്തകം വായന മുന്നോട്ട് നീങ്ങുന്നു. മധുരമുള്ള ദൈവനിന്ദ മുന്നോട്ട് നീങ്ങുന്നു. നമ്മൾക്ക് ഈ നോവലിന്റെ വേറൊരു രസകരമായി തോന്നിയത് നമ്മൾ ഈ മധുരമുള്ള ദൈവനിന്ദ എന്ന് പറയുന്ന നോവലിലേക്ക് അതിലെ കഥാപാത്രങ്ങൾ വേറെയാണ്, കഥാസന്ദർഭങ്ങൾ വേറെയാണ്. അങ്ങനെയുള്ള ഒരു നോവലിലേക്ക്, ഒരു കഥയിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു വല്ലായ്മ തോന്നിയത് എല്ലയുടെ ഒരു കഥ, എല്ലയുടെ ജീവിതം, എല്ലയുടെ മക്കൾ, എല്ലയുടെ കുടുംബം, ഭർത്താവ്, ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നല്ലോ. ഇനി ഈ മധുരമുള്ള ദൈവം നിന്ന് തീരാതെ എങ്ങനെയാണ് നമുക്ക് ഈ നോവലിലേക്ക്, ഈ കഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇതിന്റെ ഏറ്റവും രസകരമായ ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ഒരു ഘടന, നമ്മുടെ കയ്യിലുള്ള ഈ ഹാർഡ് കോപ്പിയുടെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഉള്ളടക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതു അധ്യായം, ഏത് പേജിൽ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് വളരെ രസകരമായി തോന്നി. അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കണമെന്നുമില്ല. നമ്മൾ അങ്ങനെ വായിച്ചു പോവുകയാണ്. നമ്മൾക്ക് താഴെ വെക്കാൻ തോന്നില്ല. എന്താണെങ്കിലും ഈ മധുരമുള്ള ദൈവനിന്ദ എന്നുള്ളത്, ആ മധുരമുള്ള ദൈവനിന്ദ എന്ന് പറയുന്ന ആ പേരിന്റെ ഉദയത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിനകത്ത് പറയുന്ന ഇപ്പോ സൂഫിയാണ്. ആം, തബ്രീസിലെ ഷംസ് തബ്രീസിലെ ഷംസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രവാചകത്വം പോലുള്ള ഒരു സൂഫി വര്യനാണ് എന്ന് പറയാവുന്ന ഒരാൾ.
അയാൾ അയാളുടെ അനുഭവങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ അയാളുടെ തന്നെ ഉത്ഭവം പറയുന്നത് അയാളൊരു കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഏഹ്, പിതാവ് ആ കുട്ടിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയല്ല അതെന്ന് മനസ്സിലാക്കുകയും, ഒരു ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ നീ ഇങ്ങനെയല്ല ആവേണ്ടത്. നീ ഉപ്പയെയും ഉമ്മയെയും കണ്ട് പഠിക്കണം. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് നീ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭ്രാന്തമായി സംസാരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം അവൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവൻ സ്വപ്നങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രവാചകത്വമുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ അവൻ കാണുന്നു. അതിനെക്കുറിച്ച് അവൻ പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ അവനിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ മാതാപിതാക്കളോട് പരാതി പറയുന്നു. ഇത് കേൾക്കുന്ന ഉപ്പ അവനിലുള്ള ആ ഒരു സ്വഭാവം മാറണമെന്നുള്ള നിലയിൽ അവനെ ശാസിക്കാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവനെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ, അവൻ തന്നെ ഉപ്പയോട് സംസാരിക്കുകയാണ്. ഉപ്പ, ഞാൻ മറ്റൊരാളാണ് എന്നുള്ള രീതിയിലുള്ള, തീർത്തും ഒരു പിതാവിന് ദഹിക്കാൻ കഴിയാത്ത രീതിയിൽ. കഥ നടക്കുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉപ്പ പറയുന്നു, നീ നിന്റെ ഉപ്പയോട് ഇന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നെങ്കിൽ നീ കുറെ കൂടി പ്രായമായി മുതിർന്നു കഴിയുമ്പോൾ നിന്റെ ശത്രുവിനോട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാം. അങ്ങനെ കുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അത്തരത്തിൽ ഒരു ഏഹ്, ദേശാടകനായി അലഞ്ഞു തിരിഞ്ഞ് ഒരിടത്തും തങ്ങാതെ, ഒന്നിലേറെ രാത്രികൾ ഒരിടത്ത് ഉറങ്ങാതെ അലഞ്ഞു തിരിഞ്ഞ ഒരാളാണ് തെബ്രീസിലെ ഷംസ്. അയാളുടെ ഒരു വ്യക്തിത്വത്തോട് തന്നെ നമുക്ക് വല്ലാത്തൊരു അഹ് എന്താ പറയാ, നമുക്ക് വല്ലാത്തൊരു ആരാധന തോന്നും. അതുപോലുള്ള ഒരു വ്യക്തിത്വമാണ് അയാളുടേത്. എല്ലയ്ക്കും തോന്നുന്നുണ്ട് അയാളോടൊരു ആരാധന. എല്ലയ്ക്ക് ഈ ഈ നോവലിലെ മധുരമുള്ള ദൈവനിന്ന എന്ന് പറയുന്ന നോവലിലെ ആഹ് തബ്രീസിലെ ശംസ് എന്ന് പറയുന്ന കഥാപാത്രത്തോടും കഥാനായകനോടും, ഒപ്പം തന്നെ സൂഫി വ്യക്തിത്വമുള്ള അസീസ് എന്ന് പറയുന്ന എഴുത്തുകാരനോടും തോന്നുന്നു ഇതുപോലെ. കാരണം അവളുടെ അനുഭവ പരിസരങ്ങളിൽ അവൾ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ അല്ല, അവരുടെ വ്യക്തിത്വമേ അല്ല, അവരുടെ സംസാരമേ അല്ല, അവരുടെ കാഴ്ചപ്പാടുകളെ അല്ല. ഇത്തരത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്, ഒരു ആധ്യാത്മികതയുടെയും ആത്മീയതയുടെയും ഒരു ഒരു മിസ്റ്റിക്കൽ പ്രപഞ്ചത്തിന്റെയും ഒക്കെ ഉള്ളുകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും നമ്മൾക്ക് തന്നെ ഒരു മോട്ടിവേഷണൽ കൃതിയായിട്ട് മാറാനുള്ള കരുത്ത് സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു കൃതിയാണ് 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്ന നിരീക്ഷണമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന തബ്രീസിലെ ശംസ് തന്റെ ജീവിതം കൊണ്ട് ഇന്ന് വരെ ഒരു പുസ്തകത്തിലും എഴുതി വെക്കപ്പെട്ടിട്ടില്ലാത്തത്രയും ഞാൻ നേടിയ അറിവുകളെ 40 പ്രമാണങ്ങളായി ഞാൻ രൂപപ്പെടുത്തുകയും, ആ 40 പ്രമാണങ്ങൾ ഞാൻ എന്റെ ആത്മാവിൽ കുറിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. കുറെ ഭാഗങ്ങൾക്ക് ശേഷം, അയാൾ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ദാരിദ്ര്യത്തിൽ തകർന്നു പോയ ഗ്രാമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ പാടങ്ങൾ, 10 വയസ്സിന് മീതെ പ്രായമുള്ള ഒരാണും ബാക്കിയില്ലാതെ കൊള്ളയടിക്കപ്പെട്ട പട്ടണങ്ങൾ. അവിടുത്തെ പുഴകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. മനുഷ്യനിൽ ഏറ്റവും മോശമായതും ഏറ്റവും നല്ലതും ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും എന്നെ അമ്പരപ്പിക്കാതെയായി. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ ഇതുവരെ ഒരു പുസ്തകത്തിലും എഴുതപ്പെടാതിരുന്ന എത്രയോ കാര്യങ്ങൾ ശേഖരിച്ച് ഞാൻ എൻ്റെ ആത്മാവിൽ മാത്രം കുറിച്ചു വെച്ചു. എൻ്റെ മാത്രമായ ഈ പട്ടികയെ ഞാൻ വിളിച്ചത് സഞ്ചാരി സൂഫികളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്നാണ്. അവ പ്രകൃതിയുടെ നിയമങ്ങൾ എന്ന പോലെ എനിക്ക് സാർവത്രികവും നിയതവും ആലംബവുമായിരുന്നു. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് പ്രണയമതത്തിന്റെ 40 പ്രമാണങ്ങൾ. അതാകട്ടെ പ്രേമം കൊണ്ട് മാത്രം പ്രാപ്യമാകുന്നതും അതിലൊരു പ്രമാണം പ്രാപ്യമാകുന്നതും അതിലൊരു പ്രമാണം ഇങ്ങനെയാണ്: സത്യത്തിലേക്കുള്ള പാത ഹൃദയം കൊണ്ടുണ്ടാകേണ്ടതാണ്, ശിരസ്സുകൊണ്ടല്ല. ഹൃദയത്തെ നീ നിന്റെ മുഖ്യ വഴികാട്ടിയാക്കുക, മനസ്സിനെയല്ല. അഭിമുഖീകരിക്കുക, വെല്ലുവിളിക്കുക. എന്നിട്ട് നിന്റെ നഫ്സിനു മീതെ, നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സ് എന്നാണ് അർത്ഥം. ഇത്തരത്തിലുള്ള കുറച്ച് അറബിക് പദങ്ങളുടെ അർത്ഥം ഏറ്റവും ഒടുവിൽ കൃതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിന്റെ നഫ്സിനു മീതെ ഹൃദയം കൊണ്ട് വിജയം നേടുക. നിന്റെ സ്വത്വം അറിയുന്നതിലൂടെ ദൈവജ്ഞാനത്തിലേക്ക് നീ നയിക്കപ്പെടും. ഈ പ്രമാണങ്ങൾ കുറ്റമറ്റതാക്കി പൂർത്തീകരിക്കാൻ എനിക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോ ഈ പൂർത്തീകരിച്ചതോടെ തന്റെ ജീവിതം ഏതാണ്ട്
സാർത്ഥകമായി അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ഇനി താൻ മരണത്തിലേക്ക് നീങ്ങുകയായിരിക്കും എന്ന് സോറി തബ്രീസിലെ ഷംസിന് തോന്നുകയാണ്. അപ്പൊ അതിനു മുൻപ് അത് ഒരു ഗുരുവിനോ ശിഷ്യനോ അല്ല, എൻ്റെ ഒരു ആത്മമിത്രത്തിന് എനിക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിന് നീ എനിക്കൊരു കൂട്ടുകാരനെ തരിക എന്നാണ് ദൈവത്തോട് ഷംസ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ആ, നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടും എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുവേണ്ടി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും എന്താണ് ചെയ്യേണ്ടത് എന്നും സ്വപ്നങ്ങളിലൂടെ ദൈവം അവന് ദർശനം കൊടുക്കുന്നു. ഇത്തരത്തിൽ ഒരു രീതിയിലാണ് ഇത് പോകുന്നതെങ്കിലും ഈ പറയുന്ന പ്രമാണങ്ങൾ, ഈ പ്രണയത്തിന്റെ 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്ന ഈ പ്രമാണങ്ങൾ ജീവിതത്തിലെ തന്നെ ഒരു മനുഷ്യൻ അവനെ തന്നെയും ഒരു തുണയെയോ ഒരു ഇണയെയോ ഒരു ഒരു ആത്മമിത്രത്തെയോ തന്നെയും കണ്ടെത്തുന്നതും അവനോടൊത്ത് ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്നതും ഏറ്റവും സർവശക്തനാണ് എന്ന് പ്രകൃതി എന്നോ അല്ലെങ്കിൽ ഏം, നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒന്നിനെ കരുതുന്നുണ്ട് എങ്കിൽ അതുമായിട്ടോ ഒക്കെയുള്ള എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയാവുന്ന ഈ 40 വസ്തുതകളെയാണ് അല്ലെങ്കിൽ 40 അറിവുകളെയാണ് 40 പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് 1, 2, 3 എന്ന് പറയുന്ന ആ എണ്ണമിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഈ കഥകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഷംസ് അവൻ കണ്ടുമുട്ടുന്ന പലരോടും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും വെളിപ്പെട്ടു വരികയും അത് ഇറ്റാലിക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ മൊത്തത്തിലുള്ള കഥയുടെ ഗതിയിൽ നിന്ന് മാറി നിൽക്കുന്ന കത്തുകൾ, അത്തരത്തിൽ മറ്റുള്ള ഒരാളോട് പറയുന്ന പ്രമാണങ്ങൾ, ഇത്തരത്തിലുള്ളതൊക്കെ ഒരു ഇറ്റാലിക്സ് ആയിട്ട് കുറച്ച് വേറിട്ട ഒരു ഫോണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ തന്നെ ഇന്ന് വരെയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മളുടെ കാഴ്ചപ്പാടുകളെ, നമ്മളുടെ വീക്ഷണങ്ങളെ, നമ്മളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, ആഹ് ഇങ്ങനെ നമ്മളെ ജീവിതവുമായി പരിചയമുള്ള, ബന്ധമുള്ള, ആഹ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീന ശേഷിയുള്ള എല്ലാവരുമായിട്ടും നമ്മളോട് തന്നെയും നമ്മൾക്കുള്ള ഒരു ബന്ധവും മനോഭാവവും എന്താണ് എന്ന് പുനഃപരിശോധിക്കാനും അത് എങ്ങനെയാവണമെന്ന് നിർണയിക്കുന്നതിന് നമ്മൾക്ക് മാർഗദർശിയാകാനും കഴിയുന്ന, അത്തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കൃതി എന്നുള്ളതാണ് 40 പ്രണയ നിയമങ്ങൾ വായിച്ച 300 പേജുകളുടെ അടിസ്ഥാനത്തിൽ, 560-ൽ 300 പേജുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ഒന്നാമത്തെ ദിവസം ഞാൻ കുറച്ച് ആയിരുന്നത് കൊണ്ട് ഉറങ്ങാതെ എനിക്ക് പറ്റില്ലായിരുന്നു. 32-40 പേജുകൾ വായിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. രണ്ടാമത്തെ ദിവസം 1 മണിക്കാണ് ഞാനത് വായന അവസാനിപ്പിച്ചത്. എനിക്ക് ഇപ്പോഴുള്ള സങ്കടം, ഇത് തീർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യുംന്നാ. ഒരു വായന ഒരു മനുഷ്യരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു കൃതി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ആന്തോളനം, അത് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഇതിനു മുൻപ് ഒരു കൃതിക്കും കഴിഞ്ഞിട്ടില്ലാത്ത വണ്ണം 40 പ്രണയ നിയമങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ പരിചയത്തിലേക്ക് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അത്രമാത്രം ഒരുപക്ഷെ നമ്മളെ വിശുദ്ധീകരിക്കുകയോ വിമലീകരിക്കുകയോ നമ്മളെ പുതുക്കുകയോ നമ്മളെ പുനർജനിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ചിന്തകളിലേക്ക്, അന്വേഷണങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതിനുള്ള ഒരു പ്രചോദകമാവുന്നതിന് ഈ കൃതിക്ക് കഴിയുന്നു. അതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇതിനകത്ത് ഇപ്പോ സൂഫികളെ കുറിച്ച്, അവരുടെ അത്തരത്തിലുള്ള ഒരു 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 ഇത് അംശങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കുന്ന ആ ഒരു ആത്മീയത കൊണ്ട് നമ്മളോട് നമ്മളുടെ ജീവിതത്തെ തന്നെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് പറയുന്ന
കാര്യങ്ങൾ കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് അത് ഏറെ വ്യത്യസ്തമാകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഗംഭീരമായ അനുഭവം ആകുമെന്നാണ് എൻ്റെ ആഹ്, വിശ്വാസവും എൻ്റെ ശക്തമായിട്ടുള്ള എന്താ പറയുക, ആം, ശക്തമായിട്ടുള്ള നിർദ്ദേശവും. ഞാനതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി കുറിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിനകത്ത് ഏതാണ്ട് എല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉം, ഇനി ഞാൻ കുറേ പേജുകളിൽ ഇങ്ങനെ കുറേ പേജുകളിൽ കുറേ സംഭാഷണങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ പേപ്പർ വെച്ചിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോകാതെ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ 35 മിനിറ്റ്, അതായത് ഏതാണ്ട് ഒരു 25 മിനിറ്റോളം സംസാരിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോ അതിലേറെ പറ്റുമോ എന്നുള്ളൊരു സംശയം തോന്നുന്നത് കൊണ്ട് അതിനകത്തേക്ക് പോണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഉം. എന്നാലും പക്ഷെ ഒന്ന് രണ്ടെണ്ണം നിങ്ങളോട് നിങ്ങൾ കിട്ടാതെ പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ശക്തമായ മാനവിക വീക്ഷണങ്ങളുള്ള ഉറച്ച സമാധാനവാദിയായ അസീസിന്റെ അഭിപ്രായം എല്ലാ മതയുദ്ധങ്ങളും അടിസ്ഥാനപരമായി ഒരു ഭാഷാശാസ്ത്ര പ്രശ്നം ആണെന്നാണ്. ഭാഷ നിത്യസത്യത്തെ വെളിപ്പെടുത്തുന്നതിലേറെ മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഇക്കാരണത്താൽ മനുഷ്യർ സ്ഥിരമായി തെറ്റിദ്ധരിക്കുകയും പരസ്പരം തെറ്റായി വിധിക്കുകയും ചെയ്തു. തെറ്റായ പരിഭാഷകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ച നിലപാടെടുക്കുന്നതിലും അർത്ഥമില്ല. കാരണം ഏറ്റവും ഉറച്ച ബോധ്യങ്ങൾ പോലും വെറുമൊരു തെറ്റിദ്ധാരണയുടെ ഫലമായി ഉണ്ടായതാകാം. പൊതുവായി പറഞ്ഞാൽ ഒന്നിനെയും പറ്റി നമുക്ക് കാർക്കശ്യം പാടില്ല. കാരണം ജീവിക്കുകയെന്നാൽ സ്ഥിരമായി നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്നത്രേ. എത്രയോ ശാഠ്യങ്ങൾ കൊണ്ട് നടക്കുന്ന, എത്രയോ ധാരണകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മളുടെ ധാരണകളാണ് ഉറച്ച ധാരണകളെന്നും സുചിന്തിതമായ ധാരണകളെന്നും നമ്മൾ അങ്ങേയറ്റം ഉറപ്പോടുകൂടി കരുതുന്നതാണ് പലരുമായിട്ടുള്ള നമ്മുടെ തർക്കങ്ങൾക്കും പല പല പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കും സമാധാനക്കേടുകൾക്കും ഒക്കെ അടിസ്ഥാനം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ പോലും അടിസ്ഥാനം, മതങ്ങൾ തമ്മിലുള്ള കാലുഷ്യത്തിന്റെയും സ്പർദ്ധയുടെയും അടിസ്ഥാനം സത്യത്തിൽ അതാണ്. അതാണ് അസീസ് പറയുന്നത്. അസീസ് നമ്മുടെ മധുരമുള്ള ദൈവനിന്ദയുടെ ഞാൻ ആ പേര് പറയാന്ന് പറഞ്ഞില്ല, മധുരമുള്ള ദൈവനിന്ദയുടെ കർത്താവ്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന, കാരണം നമ്മൾ ഇന്ന് വരെ രൂപപ്പെടുത്തിയ നമ്മൾക്ക് എവിടെയോ അപാകത പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾക്ക് കാർക്കശ്യം പാടില്ല എന്ന് പറയുമ്പോൾ സത്യമാണതെന്ന് നമുക്കറിയാം. അത് കേവലം ഒരു പുസ്തകത്തിലെ ഒരു കൃതിയിലെ ഒരു സംഭാഷണമോ ഒരു പ്രസ്താവനയോ മാത്രമല്ല. അതൊരു സത്യമാണ് ജീവിതത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. മധുരമുള്ള ദൈവം എന്ന പേര് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. ഒരു ദിവസം മോശ, നമ്മുടെ പഴയ നിയമത്തിലെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയൊക്കെ മതഗ്രന്ഥത്തിലെ മോശ എന്ന പ്രവാചകൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിലോ പുൽമേട്ടിലോ ഒക്കെ ഒരാട്ടിടയൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുകയാണ്. അപ്പോൾ ആട്ടിടയന്റെ പ്രാർത്ഥന മോശയ്ക്ക് പരിചയമുള്ള മോശയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദൈവത്തിനോട് അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ന് മോശയോട് ഈ ആട്ടിടയനോട് മോശ തിരുത്തി കൊടുക്കുകയാണ്. മോശയെ പോലുള്ള ഒരാൾ ആട്ടിടയനോട് അങ്ങനെ വന്ന് പറയുമ്പോൾ ആട്ടിടയൻ തൻ്റെ അതുവരെയുള്ള പ്രാർത്ഥനയിൽ എന്തോ അപാകതയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് ഇനി മുതൽ മോശ പഠിപ്പിക്കും പോലെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ആട്ടിടയൻ അവിടുന്ന് പോയതിനു ശേഷം ദൈവം മോശയെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ദൈവം മോശയെ ശാസിക്കുകയാണ്. ദൈവം മോശയെ കണ്ടുപിടിച്ചെന്ന് പറയാൻ ശരിയല്ല. ദൈവം മോശയെ ശാസിച്ചിട്ട് പറയാണ്, നീ എന്താണ് കാണിച്ചത്? എനിക്ക് നിന്റെ പ്രാർത്ഥനയേക്കാൾ ഇഷ്ടം അവന്റെ പ്രാർത്ഥനയാണ്. നിനക്ക് അത് ദൈവനിന്ദയാണെന്ന് തോന്നിയേക്കാം. മോശ ഇടയനോട് ശാസിച്ച് പറഞ്ഞ കാര്യം, നിന്റെ ഈ പ്രാർത്ഥന ദൈവനിന്ദയാണെന്നാണ്. ഇങ്ങനെയല്ല ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്.
പല മതാചാര്യന്മാരും സാധാരണക്കാരായ വിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ നിറഞ്ഞു കവിയുന്ന ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും എല്ലാ അടിസ്ഥാന ശിലകളെയും തള്ളിമറിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇതല്ല പ്രാർത്ഥന. അത്തരത്തിൽ മോശ പറഞ്ഞതിനെ ദൈവം ശാസിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന ദൈവനിന്ദയാണെങ്കിൽ എനിക്കത് മധുരമുള്ള ദൈവനിന്ദയാണ് എന്നാണ് ദൈവം മോശയോട് പറയുന്നത്. അ- ആ അങ്ങനെയാണ് ആ കൃതിയുടെ പേര് തന്നെ അങ്ങനെയായത്. അപ്പൊ മധുരമുള്ള ദൈവനിന്ദ എന്ന് പറയുന്നത് സാധാരണ ലോകം അല്ലെങ്കിൽ സാധാരണ മതങ്ങൾ ദൈവനിന്ദ എന്ന് കരുതുന്ന ഒന്നിൽ ഹൃദയമുണ്ടെങ്കിൽ, ഹൃദയത്തിന്റെ വലിയ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്തും ചെയ്യുക എന്നുള്ളത് ശരിയാണ് എന്ന്, നിങ്ങളുടെ മനസ്സിനേക്കാളും നിങ്ങളുടെ ബുദ്ധിയേക്കാളും നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയമാണോ എന്ന്, അതിൽ വരാവുന്ന തെറ്റുകളെ കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല എന്ന് ശക്തമായി ഉദ്ബോധിപ്പിക്കുന്ന, നമുക്കിതൊക്കെ ലോജിക്ക് കൊണ്ട് ഇതിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ ഈ കൃതി വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന വരികളിലാണ് അങ്ങനെ തോന്നുക, ഈ കൃതി വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നില്ല. അത്രമാത്രം യുക്തിഭദ്രമായിട്ട് അത് നമ്മളുടെ അറിവുകളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളുടെ ധാരണകളെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഇതിനെ പരിചയപ്പെടുകയും ആ പരിചയത്തിന് ശേഷം 40 പ്രണയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം, മനസ്സുകൊണ്ട് വിമർശിക്കാം, അല്ലാതെ വിമർശിക്കണമെങ്കിൽ അതുമാവാം. ഈ കൃതി അതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ. ഈ കൃതി ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ മോശമായി എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വ്യാഴാഴ്ച വായനാഴ്ചയിൽ ഇത്തരം ഒരു അവസരം വന്നു ചേർന്നതിന്, അതും 40 പ്രണയ നിയമങ്ങളെ കുറിച്ച് തന്നെ പറയാൻ, ഞാനിത് വായിച്ചു തുടങ്ങിയ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന ആ നിമിഷം തന്നെ കൃഷ്ണകുമാർ മാഷ് എന്നോട് പറഞ്ഞ് ഈ ആഴ്ച അതിനെപ്പറ്റി പറയൂ എന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞതിന്, അത് മുഴുവനും വായിക്കാതെ തന്നെ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റിയതിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു. നന്ദി മാഷെ. വായനക്കാരൻ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. ഈ ഒരു ചെറിയ സമയം കൊണ്ട് മറ്റൊരുപാട് ജീവിതങ്ങൾ കൂടെ കൂട്ടാൻ സാധിച്ചതിന് ബ്രൂസ്ലി മാഷിനോട് നന്ദി അറിയിക്കുന്നു. ഇനി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കാം. ഹലോ ബ്രൂസ്ലി മാഷേ. ടീച്ചറെ പറഞ്ഞോളൂ. നല്ലൊരു അവതരണമായിരുന്നു. ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. മാഷെ ഒരു 300 പേജ് വായിച്ചതിന്റെ ബേസിസിൽ ഇത്രയും പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ മാഷ്ക്ക് പറയാനുണ്ടാവുമായിരുന്നല്ലോ അല്ലേ? പിന്നെ ഇതിലൊരു ചെറിയൊരു സംശയമല്ല, മാഷ് ഇങ്ങനെ വായിച്ചിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ പക്ഷെ ആകർഷിച്ച ഒരു നിയമം ഏതാന്നൊന്ന് പറയാമോ? ഈ ഒരു 40 നിയമങ്ങളില് ചിലതിനോട് നമുക്ക് കൂടുതലൊരു അട്രാക്ഷൻ തോന്നുമല്ലോ. അപ്പൊ ഇതിൽ വായിച്ചപ്പോ കൂടുതൽ മനസ്സിൽ പതിഞ്ഞത് ഏതാന്നൊന്ന് വിശദീകരിക്കാമോ? അല്ല, 40 എണ്ണം നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൽ എത്ര എണ്ണം കഴിഞ്ഞു എന്ന് നമുക്ക് അറിയില്ല. ഞാൻ അതാ പറഞ്ഞത്, ഓരോ നിയമം, ഇപ്പൊ ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞ്, രണ്ടാമത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞ്, ഈ നിയമങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള മറ്റ് ചില പ്രസ്താവങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് ഇതിലെ അത്തരത്തിൽ വന്ന എല്ലാം നമ്മളുടെ ഈ പറഞ്ഞ ഒരു കാര്യം തന്നെ, മധുരമുള്ള ദൈവനിന്ദ. മധുരമുള്ള ദൈവനിന്ദ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു കാര്യമാണത്. നമ്മൾക്ക് ദൈവസ്തുതിയും ദൈവനിന്ദയും അങ്ങനെ രണ്ടെണ്ണമേ ഉള്ളൂ. പക്ഷെ ഒരാൾ ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത്
ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളല്ല, ആചാരങ്ങളല്ല, സ്തുതികളല്ല ദൈവത്തെ സ്വാധീനിക്കുന്നത് ഒരാൾ ഹൃദയം കൊണ്ടാണോ അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഏതൊരു വ്യക്തിയുടെയും കാര്യമാണ്. ഒരാൾ സമ്മാനിക്കുന്നത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒരു കോടീശ്വരനായിട്ടുള്ള ഒരാൾ ഒരു രത്നം ഒരാൾക്ക് നൽകുന്നതും, പട്ടിണി പാവമായിട്ടുള്ള ഒരാൾ താൻ അന്ന് വരെ ഉപയോഗിക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പുതപ്പ് ഒരാൾക്ക് നൽകുന്നതും, ഇത് ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഏതൊരു കാര്യത്തിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഒരു യാത്ര തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുകയാണ്, മുഴുകി ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഫലം വളരെ വലുതായിരിക്കും. നമ്മൾ 45 മിനിറ്റ് ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മൾക്ക് ആ 45 മിനിറ്റ് കഴിഞ്ഞിട്ടേ അവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ 45 മിനിറ്റ് അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമുക്കതിന് കഴിയുന്നില്ല. ഞാൻ ഇത് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ ഇത്തരത്തിൽ ജീവിതത്തിൽ ചെയ്യുന്നത് എന്തും അത് ഹൃദയം കൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ ഉള്ളത്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് ഗുമസ്തനല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ നന്മയും തിന്മയും വേർതിരിച്ച് എഴുതി വെക്കുന്ന ഗുമസ്തപ്പണിയല്ല ദൈവത്തിന്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ദൈവം ത്രാസുമായി പലചരക്ക് കടയിൽ ഇരിക്കുന്നയാളെ പോലെ തൂക്കി നോക്കുന്നവനുമല്ല. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ഇപ്പൊ ജീവിതത്തിന്റെ മുഴുവൻ ഒരു മനുഷ്യന്റെ പ്രവൃത്തികളെയും ദൈവവുമായിട്ടും വിശ്വാസവുമായിട്ടും സ്തുതികളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ കാണേണ്ടത്, ജീവിതത്തെ കാണേണ്ടത്, ദൈവത്തെ കാണേണ്ടത്, നമ്മളെ തന്നെ കാണേണ്ടത് മറ്റൊരു രീതിയിലാണ് എന്ന ഒരു വഴി പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ അത് സത്യമാണ്, വെറുതെ പറയുകയല്ല, അതാണ് സത്യമെന്ന് നമ്മളെ ധരിപ്പിക്കുന്നു, നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതുവരെ വായിച്ചതിൽ നിന്നുള്ള ഏറ്റവും വലിയ സവിശേഷത. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആ 40 എണ്ണം വേർതിരിച്ചെടുത്ത് അത് ഒന്നിച്ചാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നുപോലും ഈ 40 പ്രമാണങ്ങളിൽ അങ്ങനെ പലയിടത്തും കണ്ടുവെങ്കിലും ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ഇതിലെ പ്രമേയമായും കഥാസന്ദർഭങ്ങളുമായിട്ടും ഒക്കെ ഇഴചേർന്ന് കിടക്കുകയാണ് ഇത്രയും പ്രമാണങ്ങൾ. ഇനി ഇത് മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് 40 പ്രമാണങ്ങളായി തന്നെ അടുക്കി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു പ്രമാണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ പ്രമാണത്തെ തന്നെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നതെന്നും, പ്രണയ നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു കേവല പ്രണയത്തെക്കുറിച്ച് മാത്രമല്ലെന്നും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രണയത്തെക്കുറിച്ചാണെന്നും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും, ഭക്ഷണം കഴിക്കുന്നതിലും, വസ്ത്രം ധരിക്കുന്നതിലും, സംസാരിക്കുന്നതിലും, എഴുതുന്നതിലും, സകലതിലും ഉള്ളത് പ്രണയമാണ് എന്നുള്ളത് പോലെ വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആധുനിക മനഃശാസ്ത്രം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആധുനിക മനഃശാസ്ത്രം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയതുണ്ട്. അത്തരത്തിൽ തന്നെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും, സമസ്ത പ്രവർത്തനങ്ങളെയും, സമസ്ത കാര്യങ്ങളെയും ഹൃദയത്തിന്റെയും പ്രണയത്തിന്റെയും അടിസ്ഥാനത്തിൽ അതായിരിക്കണം അതിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്ന ഒരു വെളിച്ചം. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. താങ്ക് യു ടീച്ചർ. നന്ദി മാഷേ. എന്തായാലും മാഷേ ഈ ഒരു അവതരണം കൊണ്ട് ഒരു പുസ്തകം ഒന്ന് വായിക്കാനുള്ളൊരു അതിയായ ആഗ്രഹം ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഇളമക്കര വന്ന് മാഷ് വായിച്ചതിന് ശേഷം കൈപ്പറ്റാൻ ശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ അല്ലാതെയും വാങ്ങും. അപ്പൊ അത് വല്ലാത്തൊരു പ്രചോദനമായി. ഇപ്പൊ എന്തായാലും ഇത്രയൊക്കെ മാഷ്ക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സംഗതി മാത്രമല്ല, ഇതേപോലെ ഒന്നിനെ ഒന്ന് വേർതിരിച്ചെടുക്കാനാവാതെ ഇങ്ങനെ എല്ലാം കൂടി കൂടിക്കലർന്നിരിക്കുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ സത്യത്തിൽ ഒരുപാട് നന്ദി മാഷേ. ശരിക്കും ആ കുട്ടി 8ാം ക്ലാസ്സിലെ കുട്ടി അത് വായിച്ചിട്ട് എത്രത്തോളം അത് മനസ്സിലാക്കിയെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോ ആ ഒരു കുട്ടി അത് കുട്ടിക്ക് വായിച്ചിട്ടില്ല. കുട്ടി അത് വായിച്ചിട്ടില്ല. കുട്ടി വളരെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ട്, ഇതുവരെ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ട് കുട്ടി പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട
ഞാൻ എന്ന് പറയുന്ന നിമ്ന വിജയുടെ പുസ്തകമാണ്. ഞാൻ ആ നിമ്ന വിജയെ പരിചയപ്പെടുത്തുന്ന ആ ഇതിൽ ആ ഒരു പരിപാടിയിൽ ഞാൻ കൃഷ്ണകുമാർ മാഷോട് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. ആ കുട്ടി കയറുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് ഇപ്പൊ അവൾ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ ആ കുട്ടിയോട് പങ്കുവച്ചിരുന്നു ഈ ഒരു കാര്യം കൂടി. അപ്പൊ ആ കുട്ടി അത് വായിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് വായിക്കണമെന്ന് തോന്നിയ ആ പുസ്തകങ്ങളിൽ, വായിക്കാൻ കാത്തിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് ആ കുട്ടി പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണത്. ഓക്കെ മാഷെ, ഒരുപാട് സന്തോഷം. ആ കുട്ടിയും വായിക്കട്ടെ, അതുപോലെ എല്ലാവർക്കും വായിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സർ. മാഷേ, ഞാൻ നീറ്റിൽ തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. മാഷ് സംസാരിച്ച് തുടങ്ങി നമ്മുടെ ഇതിന് മുൻപ് ഒരുപാട് ലിങ്കുകളിൽ മീറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞു പോവാറുണ്ട്, എപ്പോഴെങ്കിലും ഒരിക്കൽ. പക്ഷെ മാഷ് സംസാരിച്ച് തുടങ്ങിയപ്പം മുതലേ എന്നെ പിടിച്ചിരുത്താൻ മാഷിന്റെ ആ ഒരു അവതരണ ശൈലി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. എനിക്ക് അത്രയും മാഷ് സംസാരിച്ചിരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു അവതരണ ശൈലി അത്രയും നന്നായിരുന്നു. എനിക്ക് മിസ് പറഞ്ഞ പോലെ ആ ഒരു പുസ്തകത്തെ നമുക്ക് മാഷ് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് മുഴുവനാക്കിയിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമാക്കി നമുക്ക് കേട്ടിരിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. എന്തായാലും നന്ദി മാഷെ. നേഹ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. അവതാരകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അതെ മാഷെ. ഓക്കെ, താങ്ക് യു. എനിക്ക് വിക്കുണ്ട്. അത് നേഹയ്ക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് സ്റ്റാമറിംഗ് ഉള്ളൊരു ആളാണ് ഞാൻ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗ മത്സരം. അത് എഴുതി വായിക്കുകയായിരുന്നു. അത് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവതരണങ്ങൾ, ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് വളരെ ഔപചാരികമായി വളരെ സാന്ദർഭികമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കേൾവിക്കാരനിലേക്കും എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകനാകുമ്പോൾ പോലും നമുക്കൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുഴപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം, പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ അവരോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയെ എന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ ഇത് നേഹയ്ക്ക് അങ്ങനെ അത്രമാത്രം ആ ഒരു മനസ്സ് ഒരു ഒരു നിമിഷം പോലും എങ്ങോട്ടും പോകാതെ ഇരുന്നു എന്നുള്ളതിന്റെ അർത്ഥം തീർച്ചയായിട്ടും അത് എൻ്റെ കഴിവൊന്നുമല്ല. എൻ്റെ ഒരു കഴിവാണെങ്കിൽ എനിക്ക് എല്ലായ്പ്പോഴും അത് കഴിയണം. പക്ഷെ എനിക്ക് ഒരിക്കലും എല്ലായ്പ്പോഴും അത് കഴിയില്ല. ഈ കൃതിയെ എത്രമാത്രം എൻ്റെ ഹൃദയം അങ്ങോട്ട് ത്രസിപ്പിക്കാൻ, തുള്ളിക്കാൻ കഴിഞ്ഞു ആ കൃതിക്ക് എന്നുള്ളത് കൂടി അതിന്റെ ഒരു കാരണമാണ്. അത്രമാത്രം എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. നമ്മൾ എത്രയോ കൃതികൾ വായിച്ചിട്ടുണ്ട്, എത്രയോ കൃതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ച കൃതികളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഈ ഒരു പ്രതികരണത്തിന് ഒരുപാട് സന്തോഷം. ഇപ്പോഴും നമുക്കത് കഴിയുന്നു. പഠനകാലത്ത് മാത്രമല്ല, അതിനുശേഷം മറ്റുള്ള അനൗപചാരിക സന്ദർഭങ്ങളിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും ഈ ഈ ഒരു അനുഭവത്തെ ഈ കൃതിയോടും നമുക്ക് ചേർത്ത് വെക്കാം. ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരാളാൽ സ്വീകരിക്കപ്പെടും, ദൈവത്തിനാൽ പോലും സ്വീകരിക്കപ്പെടും എന്നുള്ളതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു കാരണമാണ്. എന്തായാലും ആരും ഒന്നും പറയാതിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ ചെറിയൊരു സങ്കടം തോന്നിയതിനെ മുഴുവനും അലിയിച്ചു കളയാൻ നേഹയുടെ പ്രതികരണത്തിന് കഴിഞ്ഞു. അതും ഹൃദയത്തിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നത്. താങ്ക് യു. നന്ദി മാഷെ, ഒരുപാട് സ്നേഹം. അഭിപ്രായങ്ങള് മറ്റാരെങ്കിലും സംസാരിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും സംസാരിക്കാം, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം. ജിഷ ടീച്ചറെ, 2 വാക്ക് സംസാരിക്കാമോ? ഹിര ടീച്ചറെ നമസ്കാരം.
സത്യം പറഞ്ഞ ഞാൻ ഈ പുസ്തകത്തെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ബ്രൂസ്ലി സാറ് നന്നായിട്ട് തന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാനുള്ളൊരു ആകാംക്ഷയുണ്ട്. തീർച്ചയായും നമ്മുടെ വായനയിൽ ആ പുസ്തകം ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും സാറ് നന്നായിട്ട് അവതരിപ്പിച്ചു. പുസ്തകത്തെ മുഴുവനായിട്ടും പരിചയപ്പെടുത്തിയില്ലെങ്കിലും നമ്മുടെ വായനയുടെ ആകാംക്ഷയെ ഒന്ന് ത്രസിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വായനയുടെ ഇടങ്ങളിലേക്ക് ഈ പുസ്തകത്തെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കും. ടീച്ചറേ, ഓക്കെ ടീച്ചറേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ജിഷ. മറ്റാരും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ മിസ്സേ? മാഷ 2 വാക്ക്. മാഷ എത്തിയോ? ഞാന് റോട്ടിലാണ്, എന്നാലും പറയാതെ വയ്യ. മാഷെ, ഇത് എന്താ പറയാ, ഇത് മാഷിന്റെ മാസ്മരികതയും കൂടിയാണ് കേട്ടോ. പുസ്തകത്തിന്റെ മാസ്മരികത അത് വേറെ ഉണ്ട്. ഞാനൊരു 4 വർഷം മുമ്പ് ഒരു മിശ്ര വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് ഈ പുസ്തകം, അത് ഒരു ഇംഗ്ലീഷ് ടീച്ചറും ഒരു മലയാളം മാഷുമാണ്. മറ്റേ ഇംഗ്ലീഷ് മാഷ് അല്ല, ടീച്ചർ ക്രിസ്ത്യാനിയും മാഷ് മുസ്ലിമുമാണ്. അങ്ങനെയൊക്കെ ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയൊരു കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുത്തിരുന്ന ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളമായിരുന്നു, രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സമ്മാനത്തിന് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ 2 ദിവസം മുമ്പ് വാങ്ങി വെച്ചത് കൊണ്ടൊന്നും ഇങ്ങനെ മറിച്ച് നോക്കാൻ പറ്റിയിരുന്നു. അപ്പം അതാണ് ഞാനിന്ന് മാഷിനോട് പറഞ്ഞത്, ഒരു ഖുറാൻ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഒരു വാച്യാർത്ഥത്തിലല്ല കേട്ടോ, ഖുറാനെ ആ ഒരു സെൻസിലല്ല. ഒരു 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 വേദപുസ്തകം പോലെ, ഒരു കൈപ്പുസ്തകം പോലെ, നോവലിനപ്പുറം ഈ പുസ്തകം ശരിക്കും നമുക്കൊരു മോട്ടിവേഷണൽ ബുക്ക് പോലെയൊക്കെയാണ് ചില നേരത്ത് തോന്നിയിട്ടുള്ളത്. അത്രയും അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഗംഭീരമായിട്ടുള്ളൊരു രചനയാക്കി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ കൂടെ നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൽ ഉൾപ്പെടുത്താനൊക്കെ ഒരു ശ്രമം നടത്തി, പക്ഷെ അത് നടന്നില്ല. അത്രയും ഒരു എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ്. മാഷ് പറഞ്ഞ പോലെ ഈ പുസ്തകം വായിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇനി ശിഷ്ടകാലം എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ചില പാട്ടുകൾ കേട്ടാൽ അങ്ങനെയുണ്ട്, ചില സിനിമകൾ കേട്ടാൽ ഇനി വേറൊരു പാട്ടും വേറൊരു സിനിമയും പറ്റില്ല, അല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളുണ്ട്, ഇനി ഇതിനും മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു വേള ചിന്തിക്കുകയും പിന്നെ അത് തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ നമ്മളെ ഒരു പ്ലാറ്റ്യൂവിലേക്ക് എത്തിക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും ഇത്. മലയാളത്തിൽ ഇപ്പോൾ ഹാർഡ് ബൗണ്ട് കിട്ടുന്നത് ശരിക്കും നമുക്ക് ഒരു സമ്മാനത്തിന്റെ സ്വഭാവം കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് രൂപകൽപ്പനയും. ഇതിന്റെ കവർ പേജ് ആയാലും പിന്നെ ഇതിന്റെ പേര് തന്നെ, ആ പേര് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. പ്രണയിക്കുന്നവര്, അല്ലെങ്കിൽ പ്രണയം ഉള്ളവര്, പ്രണയത്തിന്റെ ശ്രദ്ധിക്കുന്നവര്, പ്രണയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവര്, അങ്ങനെ പ്രണയം ഒരു നഗരാണെങ്കിൽ അതിലത്തെ എല്ലാ യാത്രികർക്കും ഒരു കൈപ്പുസ്തകമായിട്ട് വരുന്ന, സത്യത്തിൽ പ്രണയത്തെക്കാൾ ഇതൊരു ജീവിതത്തിന്റെ 40 നിയമങ്ങളായിട്ടാണ് തോന്നിയത്. മാഷിന്റെ അവതരണം, നേഹ പറഞ്ഞത് വെറുതെ അല്ല, നമ്മൾ കേട്ടിരുന്നു പോയി. ഞാൻ വഴിയിലാണ് ഉടനീളം ഇരുന്നത്, പക്ഷെ അത് ഒരു സ്ഥലത്ത് പോലും ഈ സിഗ്നൽ ബ്രേക്ക് വന്നില്ല. ഇതിലെന്തൊരു ദൈവികതയും ആത്മീയതയും ഒക്കെ കൂടി ചേർന്നൊരു പുസ്തകമാണ്. അതിലെ ഒരു ഭൗതികതയുണ്ട്, എല്ലാം ഒരു പ്രത്യേക പുസ്തകമാണത്. എന്തായാലും എല്ലാവരും ഈ പുസ്തകം വായിക്കുന്ന കാര്യം ഉറപ്പായി. എല്ലാവരും വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങാത്തവർക്ക് ഞാൻ തരാം. വളരെ സന്തോഷം മാഷേ. അത് ഇത്രയും ഷോർട്ട് ടൈമിൽ മാഷ് ഇത് ഏറ്റെടുക്കുകയും ഇത് അവതരിപ്പിക്കുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി. പിന്നെ കുട്ടികൾ മിണ്ടാതിരിക്കുന്നത് അത് അവരുടെ സ്ഥിരം പരിപാടിയാണ്, അത് എത്ര മാറ്റാൻ പറഞ്ഞാലും മാറ്റില്ല. അത് കേട്ടിട്ട് ഷോക്ക് അടിച്ചിരുന്നതാണ് ഈ ലക്കത്തിൽ. എന്തായാലും മാഷിനോട് പ്രത്യേകം താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു പക്ഷെ അത് ഒരു ഒറ്റ കാര്യം കൂടി, നമ്മള് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന കുട്ടികളെ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് 40 പ്രണയ നിയമങ്ങൾ പറയുന്നത്. അവർക്ക് സംസാരിക്കണമെന്ന്, അവർക്ക് മിണ്ടണമെന്ന്, അവർക്ക് പറയണമെന്ന് അവരുടെ ഉള്ളിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന് തോന്നുന്ന ഒരു നിമിഷം വരും. അപ്പോഴാണ് അവരത് പറയുക എന്നുള്ളതാണ് അതിന്റെ ശരി. മാഷ് പറഞ്ഞ ഓരോ വരികൾക്കും ഞാൻ ഓർക്കുകയാണ് മാഷിന്റെ പറച്ചില് എത്രത്തോളം
ഞാൻ 40 30-35 മിനിറ്റ് കൊണ്ട് പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറം മാഷ് ഒരു 4-5 മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞല്ലോ എന്ന് ആ വാക്കുകളുടെ ഭംഗിക്ക്, ആ സ്നേഹത്തിന് നന്ദി മാഷെ. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. നന്ദി മാഷെ. നമുക്ക് അവസാനിപ്പിക്കാനായല്ലോ അല്ലേ മാഷെ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കുട്ടികൾക്ക്. നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നതിന് 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിയായിട്ടുള്ള ആതിര മനോജനെ ഇത്രയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. നല്ലൊരു പുസ്തക നിരൂപണം കേട്ട ആത്മസംതൃപ്തിയിലാണ് നമ്മളുള്ളത്. നമുക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചും 40 പ്രണയ നിയമങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചും ഒട്ടും മുഷിപ്പിക്കാതെ തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ ബ്രൂസ്ലി മാഷിന് ആദ്യമേ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിനോടുള്ള സ്നേഹവും ഈ വേദിയിൽ ഞാൻ അറിയിക്കുകയാണ്. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. ടീച്ചർ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ പ്രിയ അധ്യാപകർ കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചർക്കും സ്റ്റുഡൻറ് കോർഡിനേറ്ററായ ലേനയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നിതിനും മോഡറേറ്ററായി പരിപാടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ നേഹയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ പരിപാടിയിൽ പങ്കുചേരുകയും എല്ലാം കേൾക്കുകയും ചെയ്ത ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിച്ചു. എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. താങ്ക് യു.